ചേരും. ശ്രീ പണിക്കർ, ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചെയ്തികളും സംശയകരമാണ് എന്ന്. അപ്പോൾ പിന്നെ ആ പ്രസിഡന്റിന് ആ പദവിയിൽ എങ്ങനെ തുടരാൻ കഴിയും? ഈ പരാമർശം നീക്കണം എന്നാവശ്യപ്പെടാൻ പോവുകയാണ് PS പ്രശാന്ത് ഇപ്പോൾ. ശ്രീ മഞ്ജുഷ്, നമ്മൾ ഈ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന, ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ സമഗ്രമായിട്ട് അന്വേഷിക്കണം SIT എന്നാണ് കോടതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗത്താണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ചുള്ള പരാമർശം പോലും വരുന്നത്. കാരണം ആ ഗൂഢാലോചന ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നതിന് 9 കാരണങ്ങളാണ് പറയുന്നത്. ആ ഗൂഢാലോചനയിലാണ് ഇദ്ദേഹം ഉൾപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 6ാമത്തെയും 7ാമത്തെയും കാരണങ്ങളിൽ കോടതി പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ജൂലൈ മാസം 30-ാം തീയതി ദേവസ്വം കമ്മീഷണർ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിചയമില്ല, അതുകൊണ്ട് തന്നെ ഈ പാളികളൊക്കെ തന്നെ മെയിൻ്റനൻസ് നടത്തേണ്ടത് പരമ്പരാഗത മാർഗത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ജൂലൈ മാസം 30-ാം തീയതിയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഓഗസ്റ്റ് 8 ആകുമ്പോൾ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ത് മാറ്റമാണ് അവിടെ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് പൊടുന്നനെ അദ്ദേഹത്തിന് സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിചയം ഉണ്ട് എന്നൊരു തോന്നൽ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗങ്ങൾ വേണ്ട, ആധുനികമായിട്ടുള്ള മാർഗങ്ങൾ മതിയെന്നും അതിന് സ്മാർട്ട് ക്രിയേഷൻസിന് കേപ്പബിലിറ്റി ഉണ്ട് എന്നും ഈ ഒരാഴ്ചയിൽ അദ്ദേഹത്തെ ആരാണ് ബോധ്യപ്പെടുത്തിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ടതാണ്. രണ്ടാമതാണ്, ഈ ഓഗസ്റ്റ് 21-ാം തീയതി തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്ത്. ആ കത്തിൽ പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊട്ടലുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ ആരുടേതാണ്? അത് മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടേതല്ല. ആ ഒബ്സർവേഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്തിൻ്റെതാണ്. 2, അതുകൊണ്ട് തന്നെ അതിൽ മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. ആ മെയിൻ്റനൻസ് ഈ സീസണിന് മുമ്പ് പൂർത്തിയാക്കി ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താല്പര്യം പറയുന്നതും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തന്നെ കാര്യങ്ങളാണ്. കാരണം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടൻസിൽ അതെല്ലാം തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. അവസാനം അദ്ദേഹം അതിൽ പറയുന്നത് ഈ പ്രവൃത്തികളെല്ലാം തന്നെ സ്പോൺസർ വഴി തന്നെ പൂർത്തീകരിക്കണം എന്നാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കൂ. അതായത് ഇതിന് പ്രശ്നമുണ്ട്. സ്പോൺസർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അല്ലേ? അവിടെ സ്പോൺസർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് മുൻപുള്ള പാരഗ്രാഫുകളിലും അതിനുശേഷമുള്ള പാരഗ്രാഫുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നുമുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ മഞ്ജുഷ. അതായത് ഈ ലാസ്റ്റിലത്തെ കറസ്പോണ്ടൻസ് വരുന്നത് തന്നെ ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ആ ഓഗസ്റ്റ് മാസത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 3 മാസം മാത്രമേ ഉള്ളൂ സീസൺ ആരംഭിക്കാൻ. അപ്പോൾ ഒരു കോടതി തന്നെ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടെൻഡറിങ് പ്രോസസ് ഇല്ല. ആൾക്കാരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മാർഗങ്ങളും അവിടെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വളരെ സംശയകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് മുഴുവൻ നടക്കുന്നത് എന്നിരിക്കെ 3 മാസത്തേക്കുള്ള ഒരു വിൻഡോയിൽ ഇത് പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ടെൻഡർ വിളിച്ചിട്ട് ആരെയെങ്കിലും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ അവിടുത്തെ നിരന്തരം സ്പോൺസർമാരായിട്ട് വിലസുന്നത് അവരിലേക്ക് തന്നെ ഇത് പോവുക, അവരെ കൊണ്ട് തന്നെ ഈ മെയിൻ്റനൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സീസണിന് മുമ്പ് ഇത് നടത്തുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വിഗ്രഹത്തിലേക്ക് ഒരു ദർശനം കിട്ടുന്നതിന് ഒരു 1-2 സെക്കൻഡ് മാത്രമാണ് കിട്ടുക പീക്ക് സീസണിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ വരുന്ന ആൾക്കാർ ഈ ദ്വാരപാലകരെ കവർ ചെയ്തിരിക്കുന്ന സ്വർണ്ണപ്പാടുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടല്ല വരുന്നത്. ആ സ്വർണ്ണപ്പാടുകൾ അവിടെ നിന്ന് എടുത്താലും ആ ദ്വാരപാലകർ അവിടെ ഉണ്ട്. ദ്വാരപാലകരെ തൊഴണമെങ്കിൽ നിങ്ങൾക്കല്ലാതെയും സാധിക്കും. അപ്പോൾ സീസണിന് മുമ്പ് ഇത് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് അതിന് ഒരൊറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഒഴിവാക്കുക. എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ടെൻഡറിങ് പ്രോസസ്സിൽ കൂടി പോകാതെ നമുക്ക് പതിവായിട്ടുള്ള സ്പോൺസർമാരും അവരെ ഏത് എൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നത് അവരിലേക്ക് തന്നെ ഇത് എത്തുകയും ചെയ്യുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാബ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരിടത്തും ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചുള്ള പരാമർശമില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതിന് നമുക്ക് ആളെ കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കണമെന്നാണ്. എന്തിനാണ് എസ്റ്റിമേറ്റ് നോക്കുന്നത്? നിങ്ങൾ 40 വർഷത്തേക്ക് 2019 ഈ കാര്യത്തിന് വാറണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എസ്റ്റിമേറ്റ് നോക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് നിലവിലൂടെ ഒരു വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടിയെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇതിനൊരു ഫ്രഷ് മെയിൻ്റനൻസ് വർക്കായിട്ട് കണ്ടുകൊണ്ട് അതിനൊരു കോസ്റ്റ് അസൈൻ ചെയ്തിട്ട് ആ കാര്യം കൊടുക്കുമ്പോഴാണ് ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് അയക്കുന്നത്. ഈ സ്ട്രോങ് റൂമിൽ പഴയ ദ്വാരപാലകരുടെ ഇത് സംഭവങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തു തരൂ, അതിൽ നിന്ന് സ്വർണ്ണം എടുക്കാമെന്ന്. നോക്കൂ, ഇതിൽ ഈ വാറണ്ടി കൊടുത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടുന്ന കമ്മിറ്റ്മെന്റ് എന്താണ്? ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റ് 0 കോസ്റ്റ് ആണ്. അത് അവരെന്തായാലും ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്.
അപ്പോൾ അതിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് കൂടുതൽ സ്വർണം കടത്തുകയും ഇതിലുള്ള സ്വർണം വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു തട്ടിപ്പ്, അത് ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു പ്രോസസ്സിൽ കൂടി അതിന് അൺനെസസറി ആയിട്ടുള്ള ഒരു സ്പീഡ് കൊണ്ടുവന്ന് അതിന്റെ മാർഗത്തിൽ തടസ്സം നിന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണോ അവർക്കൊക്കെ മനമാറ്റം വരുത്തി ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോടതി പറയുകയും അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കോടതി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ പ്രശാന്ത് പലതവണയും ഈ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ ഉത്തരവ് വരുന്നത് സെപ്റ്റംബർ 9 തീയതിയാണ്. സെപ്റ്റംബർ 9 or 10 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് അതിന് തൊട്ടടുത്ത ദിവസം PS പ്രശാന്ത് ആദ്യം ഈ സ്വർണ്ണപ്പാളി വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലൂടെയാണ്, ആദ്യ ഉത്തരവിലൂടെ. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഹൈക്കോടതി ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇന്നലെയും ഒരു ഉത്തരവ് വന്നു. ഈ ആദ്യ ഉത്തരവ് വന്നതിന്റെ പിറ്റേ ദിവസം PS പ്രശാന്ത് പറഞ്ഞ വിവരം രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികൾ അതിൽ ഈ സ്വർണം പൂശുന്നു എന്ന് പറയുമ്പോൾ മുൻപത്തെ പരമ്പരാഗത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്വർണം വേണം. അതിന് പകരമായിട്ട് ഇപ്പോൾ ആധുനിക രീതിയിൽ അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി സ്വർണം പൂശുമ്പോൾ സ്വർണത്തിൻ്റെ അളവ് കുറച്ചു മതി. അതുകൊണ്ടാണ് ഇങ്ങനെ 2025 കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും വിശ്വാസികളുടെ ഇടയിലും രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതും, അത്രയും കിലോ കണക്കിന് സ്വർണം വെച്ച് സ്വർണം പൊതിഞ്ഞതും, 2019 അതേ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതും. അന്ന് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയുമായിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ തുടർ ഉത്തരവുകളിലൂടെ ഇതെല്ലാം പുറത്തു വന്നത്. അന്ന് നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി പ്രശാന്ത് പറഞ്ഞതാണ് ഇങ്ങനെ സ്വർണം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതെല്ലാം സമ്മതിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം. ഈ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ഓരോ തവണയും അദ്ദേഹം ഹൈക്കോടതി ഉത്തരവുകൾ വരുമ്പോൾ മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹം പറയുന്നു അന്വേഷണം നടക്കട്ടെ, എൻ്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല, 2019 സംഭവിച്ചതെന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തും PS പ്രശാന്ത് ഇപ്പോൾ പ്രസിഡന്റായ ഈ സമയത്തും സുതാര്യമല്ല എന്നതിന് ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ നിർണായകമായ കണ്ടെത്തൽ. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? PS പ്രശാന്തും ഈ കേസിൽ ശരിക്കും പ്രതിയാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശങ്ങൾ, ഇന്നലത്തെ ഓർഡറിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ ഉത്തരവിൽ തന്നെ വ്യക്തമാകും. ഈ കേസിനെ ഏതാണ്ട് അവര് കൈകാര്യം ചെയ്യുന്നത്, മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്, മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട്. ഇതൊരു കൽക്കരി കുംഭകോണം എന്ന് വേണമെങ്കിൽ പറയാം. സ്വകാര്യ കമ്പനിക്ക് 204 കോൾ ബ്ലോക്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1993 മുതൽ 2011 വരെ നടന്ന വൻ കൊള്ളയുടെ ഒരു കോടതി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് കൂടിയാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് മുൻവിധി കൂടാതെയും സുതാര്യമായും അന്വേഷണ ലക്ഷ്യം നഷ്ടപ്പെടാതെയും അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ SITക്ക് മുന്നോട്ട് പോകാനായിട്ട് ഹൈക്കോടതി വളരെ